ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കറൻ്റ്ലി നോ കോൺടാക്റ്റ് അല്ലെങ്കിൽ സെപ്പറേഷൻ ഫേസിലൂടെ പോകുന്ന നിങ്ങളുടെ വ്യക്തി എന്തുകൊണ്ടാണ് ഈ ഒരു ഡിസ്റ്റൻസ് കാണിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾക്കിടയിൽ ആ ഒരു ബൗണ്ടറി വന്നത്, അതുപോലെ തന്നെ നിലവിൽ അവർക്ക് നിങ്ങളോടുള്ള ആ ഒരു എനർജി എന്താണ്, അല്ലെങ്കിൽ അവരെന്തെങ്കിലും നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ട് കളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഈ ഒരു ടൈമിൽ നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് വളരെ ഡീപ്പായി പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് നിങ്ങൾക്കിടയിൽ ഈ ഒരു ബൗണ്ടറി വരാനുണ്ടായ സാഹചര്യം എന്നുള്ളത്. ട്രയംഫ് ആൻഡ് സക്സസ്, വെയിറ്റിംഗ് ഗെയിം, പാർട്ട്ണർഷിപ്പ് ആൻഡ് അലയൻസസ്, സഫറിങ് ഇൻ സൈലൻസ്, റിജോയ്സ് ഇൻ സെലിബ്രേഷൻ. ഇവിടെ നമുക്ക് നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ആ ഒരു കാര്യം എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് കാണാം എന്നുള്ളതാണ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു തേർഡ് പാർട്ടി സാഹചര്യം തീർച്ചയായിട്ടും ഇവിടെ വന്നിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി അതിനകത്ത് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കുള്ള പ്രയോറിറ്റി നല്ലതുപോലെ തന്നെ കുറഞ്ഞിട്ടുണ്ടാവാം. ചില സത്യങ്ങൾ തിരിച്ചറിഞ്ഞു എന്ന് വേണമെന്നുണ്ടെങ്കിലും പറയാം. ഒരുപക്ഷെ നിങ്ങളുടെ പേഴ്സൺ ഹൈഡ് ചെയ്ത് പോയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടാതെ വിഷമിച്ചിട്ടുള്ളൊരു കാര്യമായിരിക്കാം. അപ്പോൾ എന്താണ് നിങ്ങൾക്കിടയിൽ സംഭവിച്ചതെന്നുള്ളതിനെക്കുറിച്ച് നല്ല വ്യക്തമായിട്ടുള്ളൊരു ധാരണ നിങ്ങൾക്കുണ്ട്. അതെടുത്ത് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചില റിലേഷൻഷിപ്പ് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് ചിലപ്പോൾ ഒരു വ്യക്തിക്ക് അറിയണമെന്നുണ്ടാവില്ല എന്താണ് അവർക്കിടയിൽ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിപ്പോഴും അറിയില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. എനിക്കിപ്പോഴും അറിഞ്ഞുകൂടെ എന്താണ് ആ വ്യക്തിക്ക് പറ്റിയതെന്നുള്ളത്. ഇവിടെ അങ്ങനെയല്ല, നല്ല രീതിയിലുള്ള ക്ലാരിറ്റി നിങ്ങൾക്കുണ്ട് എന്താണ് നിങ്ങൾക്കിടയിൽ സംഭവിച്ചതെന്നുള്ളത്. ഒരുപക്ഷെ ചില സത്യങ്ങൾ തിരിച്ചറിഞ്ഞപ്പോഴായിരിക്കാം കൂടുതൽ നിങ്ങൾക്കിടയിലുള്ള ആ ഒരു അകലം വർദ്ധിച്ചത്. അപ്പോൾ നമ്മൾ ഇവിടെ കാണുന്ന പോലെ തന്നെ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി പോയിട്ടുണ്ടാവാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു വ്യക്തമായിട്ടുള്ള ഉത്തരം തരാതെ ഇരുന്നിട്ടുണ്ടാവാം. നിങ്ങളിപ്പോൾ ഒരു കാര്യം കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം ബോധ്യപ്പെട്ടു, പക്ഷേ അതിനോട് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തി അതിന് യാതൊരു ക്ലാരിറ്റിയും തരുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ അലസമായിട്ട് മാറിപ്പോകുന്ന ഒരു അവസ്ഥ, ക്ലാരിറ്റി കിട്ടാതിരിക്കുന്ന ഒരവസ്ഥ ഒക്കെ തീർച്ചയായിട്ടും ഉണ്ടാവാം. ക്ലാരിറ്റി കിട്ടാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സൺ നിങ്ങൾക്ക് ചിലപ്പോൾ ക്ലാരിറ്റി ഡയറക്റ്റ്ലി തരുന്നുണ്ടാവില്ല. അവരത് അവഗണിച്ചോ നിരസിച്ചോ അലസമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയാണ്. പക്ഷേ നിങ്ങൾക്ക് കാര്യം നല്ല വ്യക്തമായിട്ട് അറിയാം. പക്ഷെ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരതിന് ഒരു ഉറച്ച മറുപടി പറയണമെന്നില്ല. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് പോലെ തന്നെ തീർച്ചയായിട്ടും ആ ഒരു നിങ്ങൾക്കിടയിൽ വന്ന് പെട്ടിട്ടുള്ള ആ ഒരു പുറമേ നിന്നുള്ള ഒരു എനർജിയുടെ ഇൻ്റർഫിയറൻസ് നല്ലതുപോലെ കാണാം. അതിനകത്ത് ഒരുപാട് പ്രയോറിറ്റി ഒരു പേഴ്സൺ കൊടുത്തിട്ടുണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളോട് പറഞ്ഞതുപോലെ ആയിരിക്കണം എന്നില്ല ആ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോയതെന്ന് വേണമെന്നുണ്ടെങ്കിൽ ആവാം. ഇപ്പം നമ്മളുടെ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു ലൈഫിൽ ഇന്ന വ്യക്തികളൊക്കെ ഉണ്ടെന്ന് നമുക്കറിയാമായിരിക്കാം. പക്ഷേ നമ്മളുടെ പേഴ്സൺ അവരോടൊരു കണക്ഷൻ ഉണ്ട്, പ്രത്യേകിച്ച് ഒരു കപ്പിൾ എനർജിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കരുതുന്ന പോലെയല്ല ആ ഒരു വ്യക്തിയായിട്ടുള്ള ബന്ധം എന്നൊക്കെ ചിലപ്പോൾ തിരിച്ചറിഞ്ഞ് വരുമ്പോൾ ഒരുപാട് വൈകിയിട്ടുണ്ടാവും. ചിലപ്പോൾ ആദ്യമേ വിചാരിക്കുന്നത് അവർ നല്ല സുഹൃത്തുക്കളാണെന്നായിരിക്കും, അല്ലെങ്കിൽ എൻ്റെ പേഴ്സൻ്റെ കാര്യത്തിൽ ഞാനാണ് മുൻപിൽ നിൽക്കുന്നത്, ഞാൻ കഴിഞ്ഞിട്ടേ മറ്റെന്തോ ഉള്ളൂ അവർക്ക് എന്നുള്ള രീതിയിലായിരിക്കാം ചിലപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ ഒരു ഘട്ടം, ഒരു പെർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോഴാണ് നമ്മൾ അറിയുന്നത് നമ്മൾ വിചാരിച്ചതുപോലെയല്ല കാര്യങ്ങളുള്ളത്, അല്ലെങ്കിൽ നമ്മളുടെ ധാരണ പലതും തെറ്റായിരുന്നു എന്നുള്ള സംഗതി നമുക്ക് അവിടെ കാണാം. ഇവിടെ നമ്മൾ കാണുന്ന പോലെ തന്നെ ആ ഒരു സഫറിങ് ഇൻ സൈലൻസ്, ഒറ്റയ്ക്ക് പെയിൻഫുൾ ആയിട്ടുള്ള സാഹചര്യത്തിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വന്നു, ഒറ്റയ്ക്ക് ഫേസ് ചെയ്തു, അല്ലെങ്കിൽ സ്റ്റിൽ ചിലപ്പോൾ ഫേസ് ചെയ്യുന്നുണ്ടാവാം. ആ ഒരു എനർജി നമുക്ക് തീർച്ചയായിട്ടും ഇവിടെ വളരെ ശക്തമായിട്ട് തന്നെ കാണാം. അപ്പോൾ ഒരു തേർഡ് പാർട്ടി ഇൻ്റർഫിയറൻസ് ഉള്ളത് കൊണ്ട് വന്നിട്ടുള്ള ഒരു അകൽച്ചയാണ്. വ്യക്തി അതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു
ക്ലാരിറ്റി തന്നിട്ടുണ്ടാവണമെന്നില്ല. നിങ്ങൾക്ക് വസ്തുതയും കാര്യങ്ങളൊക്കെ അറിയാം, എങ്കിലും അവർ നമ്മൾ പറഞ്ഞതുപോലെ ഒതൻറ്റിക്കായിട്ട് അതിനെക്കുറിച്ചുള്ളൊരു റിപ്ലൈയോ കാര്യങ്ങളോ തരാതെ ഉഴപ്പി നടന്നിട്ടുള്ളൊരവസ്ഥയാണ്. നിങ്ങൾ എല്ലാം അറിഞ്ഞ് ആ ഒരു പെയിൻഫുള്ളായിട്ടുള്ള സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ ചിലവർക്കെങ്കിലും, ഇപ്പം നമുക്കത് മസ്റ്റാണെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ചിലവർക്കെങ്കിലും അവരുടെ ലൈഫിൽ റിയലൈസ് ചെയ്തൊരു കാര്യമാണ് നമ്മളിവിടെ ഭയങ്കരമായിട്ട് പെയിൻ സഹിച്ചിരിക്കുന്നു, എന്നാൽ ഈ പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആർക്ക് വേണ്ടിയാണോ വേദന അനുഭവിക്കുന്നത് ആ വ്യക്തി അപ്പുറത്ത് വളരെ സന്തോഷത്തിലിരിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ നമുക്ക് ബാധിച്ച പോലെയുള്ള ഒരു ട്രോമയും കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ അവർ അതിന് വലിയൊരു വില കൊടുക്കുന്നില്ല എന്നൊക്കെ മനസ്സിലാവുമ്പോൾ തീർച്ചയായിട്ടും റിലേഷൻഷിപ്പിൽ ഭയങ്കര ജെനുവിനാണ്, ഹോണസ്റ്റ് ആണെന്നൊക്കെ വിചാരിച്ച വ്യക്തികൾ തകർന്ന് തരിപ്പണമായി പോകും. അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് വളരെയധികം റെസനേറ്റ് ആവുന്ന ഒരു സ്പ്രെഡ് തന്നെയാണ് ഇവിടെ നമുക്ക് തീർച്ചയായിട്ടും കാണാൻ കഴിഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ അങ്ങനെയുള്ളവരുടെ എനർജിയാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. നമുക്കിനി നോക്കാം എന്താണ് അവരുടെ ഇപ്പോഴത്തെ ഒരു നിങ്ങളോടുള്ള കാഴ്ചപ്പാട്, എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ. ചിലപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നടന്നിട്ട് നിങ്ങൾക്കിടയിൽ ഒരു അകൽച്ച വന്നിട്ട് കുറച്ച് നാളുകളായിട്ടുണ്ടാവാം, റീസെൻ്റായിട്ട് വന്നവരുണ്ടാവാം. അപ്പോൾ വളരെ പെട്ടെന്ന് സംഭവിച്ചതാണെന്ന് പറയാൻ പറ്റില്ല, കാരണം അത്രയേറെ ഒരു പെയിൻഫുള്ളായിട്ടുള്ള സാഹചര്യത്തിലൂടെ കടന്നു പോയി എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. എങ്കിലും അവർക്കിപ്പോൾ എന്തെങ്കിലും മാറ്റമുണ്ടോ, കുറ്റബോധമുണ്ടോ, എന്താണ് നിങ്ങളോടുള്ള ആ ഒരു എനർജി, എന്തെങ്കിലും പറയാനുണ്ടോ എന്നുള്ളതൊക്കെ നമുക്കൊന്ന് നോക്കാം. Ten of Swords, Ace of Pentacles, Temperance, Three of Cups, Strength, Fool, Five of Swords, King of Wands, Two of Swords, Knight of Pentacles, Nine of Swords, Page of Pentacles, Page of Swords, Five of Pentacles, Four of Swords, King of Pentacles, King of Cups, Lovers. അപ്പോൾ നമ്മൾ അവരുടെ ഇപ്പോഴത്തെ ഒരു നിങ്ങളോടുള്ളൊരു കാഴ്ചപ്പാട്, ആ ഒരു എനർജിയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ നിങ്ങളോട് ചെയ്തു പോയത് എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ സെപ്പറേഷൻ വരാനുണ്ടായ കാര്യങ്ങൾ നമ്മൾ നേരത്തെ നോക്കി പറഞ്ഞതാണ്. അപ്പോൾ അവർ നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൊരു ചീറ്റിംഗ് ഉണ്ട്. ഇത് അവർ നന്നായിട്ട് തിരിച്ചറിയുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ മനസ്സിന് അത് ഉത്തമ ബോധ്യമുണ്ട് എന്നുള്ളൊരു കാര്യം നമുക്കിവിടെ കാണാം. വലിയ രീതിയിലുള്ള ഒരു ചതി, അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് താങ്ങാനാവാത്ത ഒരു പ്രഹരം തന്നിട്ട് തന്നെയാണ് ഇതിനകത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള സന്തോഷങ്ങൾ മാത്രമേ നോക്കിയിട്ടുള്ളൂ, അവർ സ്വയം അവരുടെ ഒരു വിക്ടറി അല്ലെങ്കിൽ അവരുടെ ഒരു വഴി മാത്രമാണ് അവർ നോക്കിയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്കിവിടെ വളരെ ശക്തമായിട്ട് തന്നെ കാണാം. ദാറ്റ് മീൻസ് ആ ഒരു പേഴ്സൺ അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്, അവർക്കത് മനസ്സിലായി, അല്ലെങ്കിൽ അവരത് മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ നമുക്ക് ഈ ലാസ്റ്റ് വന്നിരിക്കുന്ന ഈ ഒരു ലവേഴ്സ് എനർജി പോലെയുള്ള കാർഡ്സ് എന്ന് പറയുമ്പോൾ അത്രയും ശക്തമായിട്ട് സ്റ്റിൽ നിങ്ങൾ തമ്മിൽ നോ കോണ്ടാക്റ്റ് ആണ്, അല്ലെങ്കിൽ ആ ഒരു ബൗണ്ടറി ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും അവരുടെ ഉള്ളിൽ നിങ്ങളോട് തോന്നുന്ന ആ ഒരു വികാരം, അല്ലെങ്കിൽ ആ ഒരു ആഴത്തിൽ പതിഞ്ഞു പോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണെന്നുള്ളത് അവർ ഇതിനകത്ത് റിയലൈസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും റിയലൈസ് ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ പറഞ്ഞ പോലെ ഒരു ചീറ്റിംഗ് കാര്യങ്ങൾ അവർക്കറിയാം. ഒരു തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ അപ്പോഴത്തെ ആ ഒരു നമ്മൾ പറയുന്ന പോലെ അക്കരപ്പച്ച കണ്ട് ചാടിപ്പോയതോ, അല്ലെങ്കിൽ ഒരു ടെംപ്റ്റേഷനിൽ വീണ് പോയതോ, എന്ത് വേണമെന്നുണ്ടെങ്കിലാവാം. ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരുപാട് നാളുകളായിട്ടുള്ള ഒന്നായിരിക്കാം. അപ്പം അത്രയും വർഷം നീണ്ട നിന്ന ഒരു ബന്ധം, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു പേഴ്സണെ
ഒന്നും അല്ലാതെ ആക്കിയായിരിക്കാം മറ്റൊരു കാര്യത്തിന് പ്രിഫറൻസ് കൊടുത്തു പോയത്. അപ്പോൾ ഇപ്പോൾ അവർക്ക് അതൊക്കെ ആലോചിക്കുമ്പോൾ ഒരു നഷ്ടബോധം അല്ലെങ്കിൽ ആ ഒരു സങ്കടമൊക്കെ അവരുടെ മനസ്സിനകത്തുണ്ടെന്നുള്ളത് നമുക്കിവിടെ വളരെ ശക്തമായിട്ട് തന്നെ കാണാം. അതെല്ലാം അവർ മനസ്സിലാക്കുന്നുണ്ട്. അവർക്ക് അതിലൊരു റിഗ്രറ്റ് ഉള്ള ഒരു എനർജി ചിലപ്പോൾ അവരുടെ ആ ഒരു എടുത്തിയാട്ടം കൊണ്ട് അന്ന് സംഭവിച്ചതായിരിക്കാം. അതെല്ലാം നമുക്കിവിടെ കാണാം. എന്നാൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിനകത്ത് അല്ലെങ്കിൽ അവരോടൊപ്പം തീർച്ചയായിട്ടും നിങ്ങൾ വേണം എന്നുള്ളൊരാഗ്രഹം അവർക്കുണ്ട്. ഒരുപക്ഷേ ഈ ഒരു അകൽച്ച അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ അകന്ന് പോയതുകൊണ്ട് നിങ്ങൾ ചിലപ്പോൾ മാനസികമായിട്ട് തയ്യാറെടുത്തിട്ടുണ്ടാവും. നമ്മളവിടെ കണ്ടതാണ് ആ ഒരു സഫറിങ് ഇൻ സൈലൻസ് എനർജിയൊക്കെ അത്രയേറെ ഒരു പെയിൻ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ഒറ്റയ്ക്ക് ആരോടും പറയാൻ പറ്റാതെ അനുഭവിച്ചതായിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ ഇങ്ങനെ ചെയ്തു എന്ന് നിങ്ങൾ മറ്റൊരാളോട് പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ കേട്ടവരെല്ലാം ഉപദേശിച്ചിട്ടുള്ളത് അവരവരുടെ വഴിക്ക് വിട്, നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യത്തിലേക്ക് പോകൂ, അല്ലെങ്കിൽ അവരെ ഇനി ട്രസ്റ്റ് ചെയ്യരുത്, അവരെ ഓർത്ത് ദുഃഖിക്കരുത് എന്നുള്ളതൊക്കെ ആയിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് അവരോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് ചിലപ്പോൾ അതും ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവണമെന്നില്ല. ചിലപ്പോൾ ഒരുപാട് നാളുകളായിട്ട് ഈ പറഞ്ഞൊരു പ്രശ്നത്തിലൂടെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ഗ്രാജ്വലി ഒരു തിരിച്ചറിവ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ഇങ്ങനെ വിഷമിച്ചിരുന്നാൽ പറ്റില്ല എന്നുള്ളൊരു രീതിയിൽ മാറിയിട്ടുണ്ടാവും. ചിലരങ്ങനെയാണ്. അവർക്ക് കുറച്ചൊരു സമയമെടുക്കും മാറാനായിട്ട്. പക്ഷേ കാലങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാലും മാറാൻ പറ്റാതെ അത് മനസ്സിനകത്ത് കൊണ്ട് നടക്കുന്ന വ്യക്തികളുമുണ്ട്. ചിലവർ ആ ഒരു ഗോയിങ് വിത്ത് ദ ഫ്ലോ എന്ന് പറയുന്നത് പോലെ ഉള്ളിലുണ്ട് എങ്കിലും ഇപ്പം ഇങ്ങനെയാണ് സാഹചര്യം, ഇതായിരിക്കാം വിധി എന്നുള്ള അങ്ങനെയൊക്കെയുള്ള ഒരു രീതിയിൽ മൊത്തത്തിൽ പൊരുത്തപ്പെട്ട് പോയി ജീവിക്കുന്ന വ്യക്തികളുമുണ്ട്. അപ്പോൾ അതെന്ത് തന്നെ ആയിക്കോട്ടെ, ഏതൊരവസ്ഥയാണെന്നുണ്ടെങ്കിലും ഇവിടെ ഇവരെ സംബന്ധിച്ച് പറയുമ്പോൾ വീണ്ടും നിങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ള ആ ഒരു ചിന്ത അല്ലെങ്കിൽ ആ ഒരു മിസ്സിങ് എനർജീസൊക്കെ നമുക്ക് ഇവിടെ പലപ്പോഴായിട്ട് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാം, ഒരു ചെടി പൊളച്ച് വന്ന് പുഷ്പിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ്. ദാറ്റ് മീൻസ് ആ ഒരു റിലേഷൻഷിപ്പ് എല്ലാം നഷ്ടപ്പെട്ടു പോയി അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി തകർന്ന് തരിപ്പണമായി ചാരമായി എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ അവിടെ നിന്ന് ഈ ഒരു രീതിയിലേക്ക് എത്താനായിട്ട് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ അങ്ങനെയുള്ളൊരു ഫീലിംഗ് കാര്യങ്ങൾ സ്റ്റിൽ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോഴും ഉണ്ട്. അല്ലെങ്കിൽ ആ ഒരു എനർജി നമുക്കിവിടെ വളരെ ക്ലിയർ ആയിട്ട് തന്നെ കാണാം. പക്ഷേ ഇവിടെ നമ്മൾ എടുത്ത് കാണേണ്ടുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് ആ ഒരു തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ എന്താണോ വിള്ളൽ വീഴ്ത്തിയത് അതവരെ വിട്ടു പോയിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ അത് വല്ലപ്പോഴും നമുക്ക് കിട്ടുന്ന ഒരു സ്പ്രെഡാണ് തേർഡ് പാർട്ടി കംപ്ലീറ്റ് ആയിട്ട് ഒഴിഞ്ഞു പോകുന്നതോ അല്ലെങ്കിൽ തേർഡ് പാർട്ടിയിൽ നിന്ന് ആ ഒരു വ്യക്തി പൂർണ്ണമായിട്ട് ഒഴിഞ്ഞു പോകുന്നതൊക്കെ നമുക്ക് വല്ല ആണ്ടിലും കൊല്ലത്തിൽ എന്നൊക്കെ പറയുന്നത് പോലെ ഇടയ്ക്കാണ് അങ്ങനെയുള്ളൊരു എനർജി നമുക്ക് ഹൈലൈറ്റ് ആയിട്ട് കിട്ടാറുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റിൽ തേർഡ് പാർട്ടി ഉണ്ട്. അപ്പോൾ ആ ഒരു തേർഡ് പാർട്ടിയെ മാറ്റി നിർത്താനായിട്ട് അല്ലെങ്കിൽ അതിനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കി നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തിയല്ല. ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു എനർജി അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി വലിയൊരു പ്രശ്നമായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെട്ടേക്കുന്നോ അല്ലാന്നുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ ഞാനത് പൂർണ്ണമായിട്ട് ഒഴിവാക്കാമെന്നോ അല്ല ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത്. അവരെ സംബന്ധിച്ച് അവർക്ക് നിങ്ങളോടൊരു നഷ്ടബോധമുണ്ട് അല്ലെങ്കിൽ അവർ ചെയ്തു പോയ കാര്യങ്ങൾ വേണ്ടിയിരുന്നില്ല, അതെല്ലാം തെറ്റായിരുന്നു എന്നുള്ളൊരു ബോധ്യമുണ്ട്. പക്ഷേ അവർ തേർഡ് പാർട്ടി എനർജിയെ ഉപേക്ഷിക്കുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ അതിനെ പൂർണ്ണമായിട്ട് മാറ്റി നിർത്തി നിങ്ങളിലേക്ക് വരുന്നതിനെക്കുറിച്ചോ ഈ പേഴ്സൺ ചിന്തിക്കുന്നില്ല എന്നുള്ളത് നമ്മളിവിടെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു ചീറ്റിംഗ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് വിശ്വസിച്ച വ്യക്തിയിൽ നിന്ന് നമുക്ക് ഉണ്ടായിട്ടുള്ളൊരു അവഗണന, നമ്മളെ അനുഭവിപ്പിച്ചിട്ടുള്ള വേദന, ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളിലൂടെ പോകുന്നവർക്കും അങ്ങനെയുള്ളവർ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, അങ്ങനെയുള്ളൊരു വ്യക്തി തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമുക്കവരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ വിശ്വസിക്കാമോ? ഒരിക്കൽ ചതിച്ച വ്യക്തി വീണ്ടും ചതിക്കില്ല എന്ന് എന്താണ് ഉറപ്പ് എന്നൊക്കെ പലർക്കും സംശയമുള്ളൊരു കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ ഒരു റിലേഷൻഷിപ്പിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളത് നമുക്കേ അറിയുള്ളൂ. അല്ലെങ്കിൽ ആ ഒരു വ്യക്തി നമുക്ക് എത്രമാത്രം പ്രിയപ്പെട്ടതാണ്, അവരെന്ത് ചെയ്താലും നമുക്കവരെ ഉപേക്ഷിക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ളത് നമ്മളുടെ മനസ്സിന് മാത്രം അറിയുന്നൊരു കാര്യമാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അങ്ങനെയുള്ളൊരു കേസ് വരുമ്പോഴത്തേക്കും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആ ഒരു വ്യക്തി നമ്മളെ ചതിച്ചു അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സിറ്റുവേഷനിലൂടെ പോയി നമ്മൾ വേദനിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ പോയി അത് എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ആദ്യമേ അറിയേണ്ടത്. മറ്റേതെങ്കിലും ഒരു കാര്യത്തിൻ്റെ പുറകെ പോയിട്ടുള്ള വ്യക്തികളുണ്ട്, അല്ലെങ്കിൽ നമ്മളെക്കാളും നല്ലത് വേറൊരു സംഗതിയാണ് എന്ന് വിചാരിച്ചിട്ട് അതാണ് ഒരു ബെറ്റർ ഓപ്ഷൻ എന്ന് വിചാരിച്ച് പോകുന്ന ആൾക്കാരുണ്ട്. കാലം കഴിയുമ്പോൾ ഒരു മടുപ്പ് അനുഭവപ്പെടുന്ന ആൾക്കാരുണ്ട്, സാഹചര്യവശാൽ വിട്ടിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു റീസൺ എന്താണോ അതിന് വലിയൊരു പ്രാധാന്യമുണ്ട്. പിന്നെയുള്ളൊരു കാര്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു വ്യക്തിക്കോ നമ്മൾ അടുത്തൊരു സാഹചര്യം കൊടുക്കുന്നു അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ വരുമ്പോൾ വീണ്ടും അക്സെപ്റ്റ് ചെയ്യുന്നവരാണ് ഭൂരിഭാഗം വ്യക്തികൾ. അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നത് നമ്മളുടെ മനസ്സാക്ഷിയാണ് അല്ലെങ്കിൽ നമ്മളുടെ മനസ്സ് എന്ത് പറയുന്നു, നമ്മളുടെ ഇന്നർ ഫീലിംഗ് എന്ത് പറയുന്നു,
നമ്മൾക്ക് അവരോടുള്ള ഇഷ്ടം ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ വേണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനത്തിലേക്ക് എത്തുന്നത്. ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ വീണ്ടും അവർ വന്ന് കാല് പിടിക്കുകയോ അല്ലെങ്കിൽ നമ്മളിലേക്ക് വരികയോ ചെയ്യുമ്പോൾ തട്ടിക്കളയാനായിട്ട് പലപ്പോഴും തോന്നാറില്ല. പക്ഷേ അങ്ങനെയുള്ളൊരു കാര്യം നമുക്ക് അവരെ അക്സെപ്റ്റ് ചെയ്യാം, വീണ്ടും റിലേഷൻഷിപ്പിലേക്ക് പോവാം, എല്ലാം ചെയ്യാം. പക്ഷെ അത് റിപ്പീറ്റ് ആയിട്ട് ഈ ഒരു സെയിം പാറ്റേൺ നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരുന്നു. ഇത് തന്നെയാണ് ഒരു പണി എന്ന് പറഞ്ഞ രീതിയിൽ ചിലർക്ക് ഉണ്ടാവാറുണ്ട്. ഇങ്ങനെയുള്ളൊരു കാര്യം ചെയ്യുന്നു, ഒന്നാമത്തെ പ്രാവശ്യം ക്ഷമിക്കുന്നു, വീണ്ടും കുറച്ച് നാൾ കഴിഞ്ഞ് വരുന്നു, രണ്ടാമത്തെ പ്രാവശ്യം ആവർത്തിക്കുന്നു, 3, 4 അങ്ങനെ പോകുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഇതൊരു സ്ഥിരം ഒരു സെയിം ഒരു പാറ്റേൺ ആയിട്ട് ഇത് ഫോളോ ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള കാര്യം വരുമ്പോൾ നമ്മൾ അവിടെ തിരിച്ചറിയേണ്ടതാണ് ആ ഒരു വ്യക്തിയുടെ ഒരു എനർജി ഇതാണ്, അല്ലെങ്കിൽ അവർക്ക് നമ്മളോടുള്ള റിലേഷൻഷിപ്പിൽ ഒരു സിൻസിയറിറ്റി ഇല്ല എന്നുള്ളൊരു സത്യം നമ്മളവിടെ മനസ്സിലാക്കുന്നത് നമുക്ക് വളരെ നല്ലതായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ആ ഒരു ലൂപ്പിൽ പെട്ട പോലത്തെ ഒരവസ്ഥയാവും. ഇപ്പം നമ്മളൊരു വ്യക്തിയോട് ക്ഷമിക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും തെറ്റ് പറ്റാം. ആ ഒരു തെറ്റിന് നമ്മൾ ക്ഷമ കൊടുക്കുന്നു. എല്ലാവരും 100% ഓക്കെ ആയിട്ടിരിക്കുന്നവരല്ല. എല്ലാവർക്കും തെറ്റും അല്ലെങ്കിൽ തെറ്റുകുറ്റങ്ങൾ സംഭവിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ഇത് തന്നെയാണ് ആ ഒരു പേഴ്സൺ നമ്മളോട് നിരന്തരമായിട്ട് ചെയ്യുന്നതെങ്കിൽ അവർക്കതിൽ കുറ്റബോധമില്ല. അല്ലെങ്കിൽ അവര് ഇത്തരത്തിലാണ് നമ്മളുടെ ബന്ധത്തിനെ കാണുന്നത് എന്നുള്ളൊരു ഉത്തമ ബോധ്യം നമുക്ക് വേണം. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും പിന്നെയും ആ ഒരു ലൂപ്പിൽ പെട്ടുപോവാതെ, അല്ലെങ്കിൽ എനിക്ക് അവരോടുള്ള സ്നേഹമാണെന്ന് പറഞ്ഞ് പെട്ടുപോവാതെ വളരെ ഉചിതമായിട്ടുള്ളൊരു തീരുമാനമെടുത്ത് മാറി നിൽക്കുന്നതായിരിക്കും നമ്മളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ആ ഒരു പ്ലേസിൽ നിൽക്കുന്ന ആളെ സംബന്ധിച്ച് നല്ലത്. ഇപ്പം നമ്മളിവിടെ കാണുന്ന പോലെ ഒരുപക്ഷേ ഈ ഒരു പേഴ്സൺ ആ ഒരു തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് ഉണ്ടെന്നുള്ളത് നമ്മൾ പറഞ്ഞു, അല്ലെങ്കിൽ ആ ഒരു കണക്ഷൻ എപ്പോഴും ഉണ്ടാവാം. പക്ഷേ അതിൽ നിന്ന് കിട്ടിയിരുന്നത് താൽക്കാലികമായിട്ടുള്ള ഒരു സന്തോഷമാണ്. അല്ലെങ്കിൽ അത് ഒരു ലൈഫ് ലോങ്, അല്ലെങ്കിൽ നമ്മളുടെ ഒരു മനസ്സിന് പൂർണ്ണമായിട്ടുള്ള ഒരു സന്തോഷം, തൃപ്തികരമായിട്ടുള്ള ഒരു കാര്യം കിട്ടുന്ന തരത്തിലുള്ളൊരു ബന്ധമല്ല എന്നുള്ളൊരു തിരിച്ചറിവ് അവർക്ക് ഉണ്ടാവാം. അല്ലെങ്കിൽ അതവർ മനസ്സിലാക്കുന്നുണ്ടാവാം. പക്ഷേ ചിലരെ സംബന്ധിച്ച് ഈ പറഞ്ഞതുപോലെ ഒരു കാര്യത്തിൽ നമ്മൾ പെട്ടുപോയി കഴിഞ്ഞാൽ അതിൽ പെട്ടതാണ്. അതിൽ നിന്ന് പെട്ടെന്ന് ഊരിപ്പോരാനായിട്ട് സാധിക്കാത്ത ആൾക്കാരുണ്ട്. ചില സമയത്ത് നമ്മൾ എടുക്കുന്ന ബുദ്ധിശൂന്യമായിട്ടുള്ള തീരുമാനം, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ നമ്മളുടെ ഒരു സമയദോഷത്തിനായിരിക്കാം നമ്മൾ അങ്ങനെയുള്ള ഒരു ബന്ധത്തിൽ പോയി പെടുന്നത്. പിന്നെ അതിൽ നിന്ന് തിരിച്ചു വരിക എന്ന് പറയുന്നത് കുറച്ചൊരു പ്രയാസമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും അറിയാം അങ്ങനെയുള്ളൊരു സംഗതി ഉണ്ട് എന്നുള്ളൊരു കാര്യം. പക്ഷെ അതുകൊണ്ട് തന്നെ അവർ അവരുടെ നിങ്ങളോടുള്ള ഒരു ഇമോഷൻസ്, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഉള്ളിലുള്ളൊരു ആഗ്രഹം, അതൊക്കെ നിയന്ത്രിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുമാണ് ഒരു വശത്തു നിന്ന് നോക്കിക്കഴിഞ്ഞാൽ. ഒരുപക്ഷേ അത് തേർഡ് പാർട്ടിയോടുള്ള ഒരു ഫിയർ ആയിരിക്കാം. ഈ ഒരു എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കുരുക്കിൽ നിന്നും, അല്ലെങ്കിൽ എല്ലാ ഒരു തടസ്സത്തിൽ നിന്നും, സ്റ്റക്നെസ്സിൽ നിന്നുമൊക്കെ മാറി വളരെ സ്വതന്ത്രമായിട്ടുള്ള ഒരു കാൽവെപ്പ് എന്നുള്ള രീതിയിൽ കാണുന്നതാണ്. അല്ലെങ്കിൽ അത്രയും ഫ്രീ ആയിട്ട് വരാനായിട്ട് അവർ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അങ്ങനെയുള്ളൊരു ഏഹ്, ഇത് എന്താ പറയുന്നത്, അങ്ങനെയുള്ളൊരു തുടക്കം അവർ ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു തകർന്നു പോയ സ്ഥലത്ത് നിന്ന്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ആ ഒരു നിങ്ങളുടെ ആ ഒരു എനർജിയിൽ നിന്ന് ഇങ്ങനെയുള്ളൊരു മാറ്റം ഉണ്ടാവാനായിട്ട് നമ്മൾ നേരത്തെയും പറഞ്ഞതാണ്. നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരാനായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഓഫർ തരാനായിരിക്കാം, അതെല്ലാം അവർ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ സ്റ്റിൽ അവർ അവരുടെ ചിന്തകൾ ചെന്ന് എത്തി നിൽക്കുമ്പോൾ അവർ ഈ പറഞ്ഞതുപോലെ കണ്ണ് മൂടിക്കെട്ടിയൊരവസ്ഥയിലാണ്. എന്താണ് വേണ്ടതെന്നുള്ള ഒരു അറിയാഴിക. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ചോയ്സിൻ്റെ എനർജിയാണ് കാണാൻ കഴിയുന്നത്. ലെഫ്റ്റ് ഓർ റൈറ്റ് എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. അപ്പോൾ തേർഡ് പാർട്ടി എനർജി ഒരു താൽക്കാലികമായിട്ടുള്ള സന്തോഷമാണ് അവർക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ലൈഫ് ലോങ് ആയിട്ട് ഉള്ള ആ ഒരു എനർജി, അല്ലെങ്കിൽ ആ ഒരു സ്നേഹം എന്ന് പറയുന്നത് നിങ്ങൾക്കാണ് അവരോട് ഉണ്ടായിരുന്നതെന്നുള്ളൊരു തിരിച്ചറിവായിരിക്കാം ഈ നോ കോൺടാക്ട് പീരീഡിൽ അവർ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മളിവിടെ കണ്ടതുപോലെ ആ ഒരു റിഗ്രറ്റ് ആയിട്ടുള്ള കാര്യങ്ങളും, അല്ലെങ്കിൽ ആ ഒരു വിഷമമൊക്കെ അവർക്ക് ഉണ്ടെന്ന് നമ്മളിവിടെ പറഞ്ഞത്. പക്ഷേ കാര്യത്തോട് എടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ആക്ഷനിലേക്ക് എടുക്കുമ്പോൾ ആ ഒരു തേർഡ് പാർട്ടിയെ ഒഴിവാക്കി നിങ്ങളിലേക്ക് വരാനായിട്ട് അവർക്ക് കഴിയില്ല, അല്ലെങ്കിൽ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന പോലെ നിങ്ങളോട് വളരെയധികം ഒരു അട്രാക്ഷൻ, അല്ലെങ്കിൽ ആ ഒരു താല്പര്യം ഈ ഒരു അകന്ന് നിൽക്കുന്ന സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ളൊരു മാഗ്നറ്റിക് അട്രാക്ഷൻ അവർക്ക് തീർച്ചയായിട്ടും നിങ്ങളോട് തോന്നുന്നുണ്ട്. എങ്കിലും അവരത് കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരു എനർജി നമുക്ക് കാണാം. വളരെ സ്ലോ ആയിട്ട് കാര്യങ്ങൾ പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു എനർജി, അല്ലെങ്കിൽ സ്ലോ ആൻഡ് സ്റ്റഡി എന്ന് പറയുന്ന രീതിയിൽ വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാം. ദാറ്റ് മീൻസ് നമ്മൾ പറഞ്ഞതുപോലെ ആ ഒരു തേർഡ് പാർട്ടി നിൽക്കുന്നത് കൊണ്ട് തന്നെ ആയിരിക്കാം അങ്ങനെയുള്ളൊരു സംഗതി അവർ മനസ്സിൽ വിചാരിക്കുന്നത്. ഇപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ അതിലും ചെന്ന് ചാടിപ്പോയി, എന്നാൽ ഇപ്പോൾ എനിക്ക് ഇതിനകത്തേക്ക് വരാനും പറ്റുന്നില്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലൊരു സ്റ്റക്നെസ്സിൽ പെട്ടുപോയി, കുറച്ച് സമയം എന്തായാലും എനിക്ക് ആവശ്യമാണെന്നുള്ളൊരു ചിന്താഗതിയായിരിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സമയത്തും അവർ നിങ്ങളെ മനസ്സിലാക്കാനായിട്ട്, നിങ്ങളെ അറിയാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം. ഒരു റെസ്റ്റിംഗ് എനർജിയാണ്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഒരു വെയിറ്റിംഗ് എനർജി, പ്ലാനിങ് ഒക്കെ നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയാനായിട്ട് കഴിയുന്നു. അതായത് ആക്ഷൻ എടുക്കാനായിട്ട് അവർക്ക് കഴിയുന്നില്ല. ആക്ഷൻ എടുക്കാനായിട്ട് വരുമ്പോൾ അവർ ഈ ഒരു അവസ്ഥയിലാവുകയാണ്. എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് അവർക്കറിയാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, ആദ്യമേ പറഞ്ഞതുപോലെ രണ്ടും നിലനിർത്തി പോവാനായിട്ടുള്ള ഒരു സംഗതിയും കാര്യങ്ങളൊക്കെയാണ് അവരുടെ മനസ്സിനകത്ത് തോന്നുന്നത്.
ഒരുപക്ഷെ തേർഡ് പാർട്ടി എനർജി പൂർണ്ണമായിട്ട് റിമൂവ് ചെയ്തിട്ട് നിങ്ങളിലേക്ക് വരിക എന്ന് പറയുന്നത് വളരെ ടഫായിട്ടുള്ളൊരു കാര്യമാണ്. അല്ലെങ്കിൽ അത് പെട്ടെന്നൊന്നും നടക്കുന്ന ഒരു സംഗതിയല്ല എന്നുള്ളൊരു തോന്നലായിരിക്കാം. തേർഡ് പാർട്ടിയോടുള്ള ഒരു ഫിയറിംഗ് ആയിരിക്കാം. അല്ലെങ്കിൽ അതിൽ നിന്ന് ഞാനെങ്ങനെ അതും ഉപേക്ഷിച്ച് പോരും എന്നുള്ളൊരു ചിന്താഗതി ഒക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം അവർ നിങ്ങളും അവരോടൊപ്പം വേണം എന്നുള്ള ഒരു ചിന്തയിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. അല്ലെങ്കിൽ രണ്ടും ലൈഫിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത്. തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു ലവേഴ്സ് എനർജി എന്നൊക്കെ പറയുമ്പോൾ എന്തോരം ചോയ്സ് ഉണ്ടെങ്കിലും അതിനകത്ത് നിങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം തരുന്നു എന്നുള്ളതാണ് അവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ചോയ്സ് ഉണ്ട്, പക്ഷേ അതിനകത്ത് ഒരു പ്രൈം പ്ലേസ് തരുന്നത് നിങ്ങൾക്കാണെന്നുള്ളത്. പക്ഷേ എങ്കിൽ കൂടിയും ആ ഒരു തേർഡ് പാർട്ടിയെ ഒഴിവാക്കാനായിട്ടുള്ള ഒരു ചിന്താഗതി അവർക്കില്ല. അതും ഇതുമായിട്ട് ഒരുമിച്ച് പോകണം, അല്ലെങ്കിൽ ഇപ്പോൾ അങ്ങനെ അവരെ കൊണ്ട് കഴിയൂ എന്നുള്ളൊരു ചിന്താഗതിയൊക്കെയാണ്. കുറച്ച് അവരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുമ്പോഴും ചിലപ്പോൾ ആ ഒരു പേഴ്സൺ അങ്ങനെയായിരിക്കാം തോന്നുന്നത്. ഇപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം അവരവരുടെ ഇമോഷൻസ് ഉണ്ട്. നിങ്ങളോട് ശക്തമായിട്ടുള്ള ഇമോഷൻസ് ഈ പേഴ്സൺ ഉണ്ട്. പക്ഷേ അത് നിയന്ത്രിച്ച് നിൽക്കുന്നു, അല്ലെങ്കിൽ വളരെ ശാന്തമായിട്ട് നിൽക്കുന്ന ആ ഒരു അവസ്ഥയാണ്. അവരുടെ ഒരു ഇമോഷൻസ് അവർ നിയന്ത്രിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഓവറോളായിട്ട് നമുക്കിങ്ങനെയാണ് കാണാൻ കഴിയുന്നത്. നിങ്ങളോടുള്ള ആ ഒരു ഇഷ്ടം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡെപ്ത് ഒക്കെ അവർക്ക് തീർച്ചയായിട്ടും മനസ്സിലാവുന്നുണ്ട്. നിങ്ങളെ തള്ളിക്കളഞ്ഞിട്ട് പോയിട്ടുള്ള, അല്ലെങ്കിൽ വലിയൊരു പ്രയോറിറ്റി തരാതിരുന്നൊരു സമയത്ത് അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവണമെന്നില്ല. ആ ഒരു തേർഡ് പാർട്ടി എനർജിയിലായിരിക്കാം അവർ ഫോക്കസ് കൊടുത്തിരുന്നത്. പക്ഷെ ഇപ്പോൾ അവർക്ക് അത് റിയലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരു നഷ്ടബോധം, വിഷമം, ആ ഒരു വിങ്ങലൊക്കെ അവർ അനുഭവിക്കുന്നുണ്ട്. വീണ്ടും നിങ്ങൾക്ക് ഓഫറായിട്ട് വരാനും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ വളരെ ശക്തമായിട്ട് അവർ ആഗ്രഹിക്കുമ്പോൾ പോലും തേർഡ് പാർട്ടിയെ പൂർണ്ണമായിട്ട് ഒഴിവാക്കി വരുന്ന എനർജിയുമല്ല അവിടെ നമുക്ക് നിലവിൽ കാണാനായിട്ട് കഴിയുന്ന. അപ്പോൾ തേർഡ് പാർട്ടി ഉണ്ടായാലും ഇല്ലെങ്കിലും എൻ്റെ പേഴ്സണിൽ നിന്നൊരു കോൺടാക്റ്റ് മതി, അല്ലെങ്കിൽ അവർ വീണ്ടും എൻ്റെ റിലേഷൻഷിപ്പ് ഓണാക്കിയാൽ മതി എന്ന് ചിന്തിക്കുന്നവരെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള എനർജി ആയിരിക്കും. അല്ലാത്തവർക്ക് തേർഡ് പാർട്ടി ഒഴിഞ്ഞു പോകണം എന്ന് വിചാരിക്കുന്നവരെ സംബന്ധിച്ച് അത്ര താല്പര്യം ഉണ്ടാവണമെന്നില്ല. ഒരുപക്ഷേ ഈ ഒരു പേഴ്സണ് അതിനായിട്ട് സമയം എടുക്കുമായിരിക്കാം. നമ്മളിവിടെ കണ്ടതുപോലെ തന്നെ പെട്ടെന്ന് ചാടിക്കയറി ചെയ്യാൻ പറ്റുന്നൊരു കാര്യമായിരിക്കണം എന്നില്ല. അതുകൊണ്ടായിരിക്കാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും അവർക്ക് നിങ്ങളോടുള്ള, അല്ലെങ്കിൽ നിങ്ങളോട് എന്താണ് അവരുടെ ഒരു മനസ്സിന് പറയാനുള്ളത്, കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും മനസ്സുകൊണ്ട് എന്താണ് പറയാനുള്ളതെന്ന് കൂടി നമുക്ക് അവരുടെ ഒരു മൈൻഡ് വേർഡ്സ് കൂടി നോക്കാം. Chemistry, conversation, shadow side, indecisive, inseparable, commitment and forgiveness. ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന ഈ ഒരു ഫസ്റ്റ് എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം, ഐ ഹാവ് നെവർ ഫെൽറ്റ് എ പാഷൻ ദിസ് ഇൻറ്റൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. നിങ്ങളോട് ഭയങ്കരമായിട്ടുള്ള ഒരു മാഗ്നറ്റിക് അട്രാക്ഷൻ അവർക്ക് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ അത്രയധികം ആ ഒരു പൊരുത്തം മറ്റാരോടും തോന്നുന്നില്ല. അത് നിങ്ങളോട് മാത്രമേ തോന്നിയിട്ടുള്ളൂ എന്നുള്ളൊരു സംഗതിയാണ്. അതുപോലെ തന്നെ ഈ ഒരു സെപ്പറേഷൻ ഫേസിൽ അവർ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഐ വാണ്ട് ടു കോൾ യു ആൻഡ് ഹിയർ യുവർ വോയിസ്. നിങ്ങളോട് സംസാരിക്കാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ശബ്ദം കേൾക്കാനൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു കോൺടാക്റ്റിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ്. ഇനി അതുപോലെ ഷാഡോ സൈഡാണ്, യു മേഡ് മീ റിയലൈസ് മൈ ഫ്ലോസ്. അപ്പോൾ അതും നമ്മൾ നേരത്തെ സ്പ്രെഡിൽ പറഞ്ഞാണ്, അവർക്ക് പറ്റിയ തെറ്റെന്താണ്, അല്ലെങ്കിൽ അവരെന്താണ് ചെയ്തു പോയതെന്നുള്ളത് അവർ മനസ്സിലാക്കുന്നുണ്ട്. അവിടെ അവർക്കൊരു റിഗ്രറ്റ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞതാണ്. സെയിം ഇവിടെയാണെന്നുണ്ടെങ്കിലും കാണാം, അവരുടെ തെറ്റുകൾ എന്തായിരുന്നു, അല്ലെങ്കിൽ പാകപ്പിഴകൾ എന്തായിരുന്നു എന്നുള്ളത് ഇന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട് എന്നുള്ള ഒരു എനർജിയാണ്. ഇനി അതുപോലെ തന്നെ നമ്മളിവിടെ ഇൻഡിസൈസീവ് എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഐ നോ മൈ ഇനബിലിറ്റി ടു മേക്ക് എ ഡിസിഷൻ ഹേർട്സ് യു. നമ്മളുടെ ആ ഒരു 2 ഓഫ് സോഡ്സ് എനർജി ആയിട്ടൊക്കെ മാച്ച് ചെയ്ത് നിൽക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് അവരൊരു തീരുമാനം എടുക്കാൻ പറ്റാതെ ഇങ്ങനെ പോകുന്നത് നിങ്ങളെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടിയുടെ ഒരു റിലേഷൻ വേണമെങ്കിൽ നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്ന ഒരു സംഗതിയാണ്. അതുപോലെ നമുക്ക് ആ ഒരു ഇൻസെപ്പറബിൾ എനർജി കാണാം. അവർ ലവ് ഈസ് ഓൾവേസ് ദർ ഡെസ്പൈറ്റ് ദ ഡിസ്റ്റൻസ്. അപ്പോൾ എത്ര നിങ്ങൾ അകന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും മാനസികമായിട്ട് നിങ്ങളെ പിരിക്കാൻ കഴിയില്ല എന്ന് തന്നെ അവർ വിശ്വസിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്കും അതുപോലെ തന്നെ ആയിരിക്കും എന്നാണ് അവരുടെ ഒരു ചിന്ത. സെപ്പറേഷൻ ഫേസ് ആണെന്നുണ്ടെങ്കിലും,
അല്ലെങ്കിൽ അവരിങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അവരെ മനസ്സിൽ നിന്ന് ഇറക്കി വിടാൻ കഴിയില്ല എന്നുള്ള ഒരു ചിന്താഗതിയാണ്. ഇനി അതുപോലെ ആ ഒരു കമ്മിറ്റ്മെൻ്റ് ആണ്, ഐ വാണ്ട് യു ടു ബി എ പാർട്ട് ഓഫ് മൈ ഫ്യൂച്ചർ. അപ്പോൾ അത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. അവരുടെ ലൈഫിൽ അല്ലെങ്കിൽ ഫ്യൂച്ചറിലും നിങ്ങൾ കൂടെ ഉണ്ടാവണം, നഷ്ടപ്പെട്ടു പോകരുതെന്നുള്ളൊരു ചിന്താഗതി, അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റ് തരണം എന്നുള്ള ആ ഒരു എനർജി, അതും നമ്മൾ പറഞ്ഞ കാര്യമാണ്. അതെല്ലാം നമുക്കിവിടെ കാണാം. ഇനി ലാസ്റ്റായിട്ടുള്ള ആ ഒരു ഫോർഗീവ്നെസ് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് മാപ്പ് കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയും, അല്ലെങ്കിൽ മാപ്പ് കൊടുക്കണം എന്നുള്ള ആ ഒരു സംഗതിയാണ്. കഴിഞ്ഞു പോയ കാര്യങ്ങൾ നിങ്ങൾ മറക്കണം. അവർക്കാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും കഴിഞ്ഞു പോയ കാര്യങ്ങളെ ഓർക്കുമ്പോൾ ഒരുപാട് വിഷമമുണ്ട്, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും മറന്നു കളയാനായിട്ട് പറ്റുന്നില്ലെങ്കിലും നിങ്ങൾക്കത് ക്ഷമിക്കാൻ കഴിയും എന്നുള്ള അവരുടെ ആ ഒരു ചിന്താഗതിയാണ് അവിടെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇത് നോ കോൺടാക്റ്റ് അല്ലെങ്കിൽ സെപ്പറേഷൻ ഫേസിലൊക്കെ നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതായതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവർക്കാണ് ഇത് കൂടുതലും റെസനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ ആംഗിൾ എന്താണെന്നുള്ളത് നമ്മളിവിടെ കണ്ട കാര്യമാണ്. അപ്പോൾ ഒരുപക്ഷെ നിങ്ങളോട് ചെയ്ത കാര്യത്തിന് നിങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയുന്നവരുണ്ടാവാം, കഴിയാത്തവരുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നു, ഇനി എനിക്ക് വേണ്ടാന്ന് പറയുന്നവരുണ്ടാവാം. അപ്പോൾ ആ ഒരു പേഴ്സണുമായിട്ട് വീണ്ടും മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ അവരെന്നിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നവർ അതിനായിട്ട് തന്നെ ക്ലെയിം ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി റിമൂവലിനായിരിക്കും ചിലർ ആഗ്രഹിക്കുന്നത്. തേർഡ് പാർട്ടി പോയി കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആവുമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.